അതിലെ കൊച്ചു മാറി. വേറൊരു കൊച്ചായിരുന്നു, നിക്കറിന്റെ കറുത്ത നിക്കറിട്ട കൊച്ചായിരുന്നില്ലേ? ആ കൊച്ചു മാറി ഇപ്പോ. അങ്ങനെയാണ് പറയാ, സിനിമയിലൊക്കെ എങ്ങനെയാണ്. അങ്ങനെ ലാപ്ടോപ്പ് പോയ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ എത്തി. ആദ്യം അവൻ്റെ വഴിക്ക് പോകും. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ ഒരു വഴിക്ക് പോകും. ഞങ്ങളിട്ട് ഇപ്പോൾ ഡ്രൈവിംഗ് സ്റ്റേഷൻ ആയിട്ടൊരു സ്ഥലത്ത് സ്റ്റേ ചെയ്തു. എന്നിട്ടാണ് പിന്നെ രാവിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ 2:30 പോവാം. പപ്പയും മമ്മിയും ബാക്കിലുണ്ട്. എന്താണ് പറയാനുള്ളത്? ആഹാ, ഇവിടുത്തെ ചേച്ചിമാർ രണ്ട് കയ്യിൽ ചൂല് വെച്ച് സ്പീഡ് അടിച്ചു വരും. ആർക്കൊക്കെ ഉണ്ട് രണ്ട് ചൂല് വെച്ച് എങ്ങനെ കൊറേ ആയി നടക്കാങ്ങട്. മോർണിംഗ് വാക്ക് ആവട്ടെ. ഇതേ ഇവിടെ പാർക്കിലൊക്കെ ആക്കാൻ നടക്കണുണ്ടോ? അതുപോലെ അങ്ങ് നടന്നു വിചാരിച്ചാൽ മതി. അങ്ങനെ ഞങ്ങൾ രാവിലെ ഭക്ഷണം കഴിച്ചു. പിന്നെ ആദ്യമ ചേച്ചിയുടെ ഹസ്ബൻഡ് അശ്വിൻ ചേട്ടനെ കണ്ടു. അപ്പോൾ എങ്ങനെ ഫ്രഷ് ആയിട്ട് വരാന്ന് പറഞ്ഞു. ഞാനിപ്പോ ഈ കാണുന്ന വ്യക്തിനെ കൊണ്ട് എന്താണത് നിനക്ക് തലക്ക് പോയി. എന്നാ പിന്നെ അങ്ങനെ ചെയ്യ്. നമുക്ക് ഊബർ കയറ്റി വിടുമോ അല്ലെങ്കിൽ മെട്രോ കയറ്റി വിടണം. അതുകൊണ്ട് എനിക്ക് പോകണം. അങ്ങനെ കുറെ പണിയുണ്ട്. എന്താടാ? എന്നാ പിന്നെ അങ്ങനെ നോക്കാം. ഓട്ടോറിക്ഷ ഇല്ല അങ്ങനെ നോക്ക്. ഇവന് ഓട്ടോറിക്ഷ പോകാനാണ് പ്ലാൻ എന്നാണ് പറയുന്നത്. അവന്റെ കൂട്ടുകാരൻ പൊട്ടനെന്ന് വിളിച്ചു. അതെ, അവൻ പോകുന്നു. ഇവൻ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. എവിടെയാണോ വരുന്നത്? ഇവൻ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൻ ഓട്ടോയിൽ കയറിയിട്ട് MG റോഡ് പോയി കഴിഞ്ഞാൽ അവൻ്റെ ഒരു ഫ്രണ്ട് അവിടെയുണ്ട്. അവൻ അങ്ങനെ ആ വഴി അങ്ങ് പോകും. അതുകൊണ്ട് ഇനി എനിക്ക് പോണം. ഞാൻ MG റോഡ് മെട്രോ സ്റ്റേഷനിലേക്കാണ്. ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഹായ് പറയാം. ബായ്. OTP പറഞ്ഞോടാ. അങ്ങനെ ആൽബി നമ്മളോട്ട് പോവുകയാണ്. ബായിടാ. ചെന്നിട്ട് വിളിക്ക്. PG റെഡി ആയിട്ടില്ല. അവിടെ എത്തുമ്പോൾ കിട്ടുന്ന നടക്കുന്നത്. ശരി എന്നാ, ബായ്. 1 hour later. അശ്വിൻ കിട്ടി. ആദ്യം ചേച്ചി കഴിച്ചു കൊടുക്കാം. പലത് കാണും. ആദ്യം ചേച്ചിക്ക് PG എത്തി. സ്റ്റേസ് ഇവിടെ എന്തെങ്ങനെ ആവുന്ന അറിയില്ല. കണ്ടിട്ടില്ല, കുഴപ്പമൊന്നുമില്ല. കരച്ചിലില്ലേ പോണ സമയത്ത്? കാരണം ഉണ്ടാവണല്ലോ, കരച്ചിൽ ഉണ്ടാവണ്ടാണല്ലോ. പഞ്ചിങ് ഒന്നുമില്ല. നടുടിഞ്ഞ് വരാനല്ലേ നടക്ക്. കരയണതൊക്കെ ഇട്ടിക്കണ്ടേ? വീട്ടിലെത്തിയിട്ട് കരയുള്ളൂ അല്ലേ? ശരി എന്നാ. ഇല്ല 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 ഇല്ല. ശരി എന്നാ, ടാറ്റാ. എൻ്റെ പൊന്നോ നടന്നേങ്ങള്. സ്വിമ്മിംഗ് പൂൾ നോക്കിക്കോ അവിടെ. ഞാൻ എടുത്ത് കാണിച്ചാലും പിന്നെ. ഓ ഓ ഓ ഓ. അങ്ങനെ അവർ പോയി. ഞാനും ഇവിടെ വന്നു. ഇനിയാണ് ജോലി തുടങ്ങുന്നത്. ടാറ്റാ. ഇനി പോയിട്ട് വേണം റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. പണിയുണ്ട്. PG ഒക്കെ നോക്കി എത്തിയിരുന്നു. റൂമിനകത്ത് മലയാളിയുണ്ട്. റൂമിനകത്തല്ല, ഒരു 1 BHK ഒരു 3 BHK മാതിരിയാണ്. ആൾക്കാരൊക്കെ ഉണ്ട്. പ്രശ്നമല്ല, കമ്പനിയായിട്ട് വരുന്നു. റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത്
ഞാനിപ്പോൾ ഓഫീസിൽ ഒന്ന് പോയി നോക്കാന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അത്രയുള്ള കാര്യം. അപ്പോൾ നമുക്ക് ആ ഒരു ബ്ലോഗ് ഉണ്ടാകുന്ന ശേഷം കാണാം. ബൈ.